മീര ആരായിട്ടാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്? മേധ പട്കർ. പട്കർ. ഓക്കെ. തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? വളരെ നല്ല ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട്, അവരുടെ ഒരു മാതൃകയാക്കാൻ നാളത്തെ സമൂഹത്തിന് കഴിയുന്നതുകൊണ്ട്, കേരളത്തിൽ വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. കേരള is blessed with great natural resources, but we human beings are over exploiting these natural resources in the name of development. I'm not against development. Narmada is not an isolated case. Proper rehabilitation should be treated with. Proper rehabilitation should be treated in all case of displacement. Thank you. കേരളത്തിൽ ഇപ്പോഴും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളുണ്ട്. ഇറിഗേഷൻ പിന്നെ വൈദ്യുതിക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പ്രോജക്ട്സ് ഉണ്ട്. ഇതിനോടുള്ള താങ്കളുടെ സമീപനം എന്താണെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരിക്കലും ഡെവലപ്മെൻറ്റിന് എതിരല്ല. നമുക്ക് ഈ ഡാം വഴിയല്ലാതെ പലതരത്തിലും നമുക്ക് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ പലതരത്തിലുള്ള എനർജി സോഴ്സുകളുണ്ട്. അത് ഈ ഒരു അണക്കെട്ട് കൊണ്ട് മാത്രം നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്നതല്ല. വേറെ ടൈഡൽ എനർജി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, ബാക്കി പലതരത്തിലുള്ള എനർജി ഉണ്ട്. നമ്മൾ എന്തുകൊണ്ട് അതിനെയൊന്നും യൂസ് ചെയ്യുന്നില്ല? അതെൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. അപ്പം ഇവിടെ ഇത്രയും കേരളത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ വളരെ ഭൂപ്രകൃതിയും പലതരത്തിലുള്ള നാച്ചുറൽ റിസോഴ്സസും ഉണ്ട്. അപ്പോൾ നമുക്കതിനെയെല്ലാം കൂടുതൽ യൂട്ടിലൈസ് ചെയ്യുകയാണ് വേണ്ടത്. മാഡം, ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണ്. മാഡം തെറ്റിദ്ധരിക്കരുത്, 2 നേരം കുളിക്കുന്നതുകൊണ്ട് മാത്രമാണെന്ന്. ഇവിടെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്നത് വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ്. അപ്പോൾ ഈ കലങ്ങിയ വെള്ളമില്ലാതെ അത്യാവശ്യം നല്ല സോഡ ഉണ്ടാക്കുന്ന പ്ലാച്ചിമടയിലെ ഫാക്ടറിയെ പൂട്ടിക്കാൻ എന്തിനാണ് മുമ്പിൽ നിന്നത്? ആ ചോദ്യത്തോട് ഞാൻ നിശിതമായി എൻ്റെ വിമർശനം അല്ലെങ്കിൽ എൻ്റെ എതിർപ്പ് ഞാൻ രേഖപ്പെടുത്തുകയാണ്. കാരണം നമുക്ക് വെള്ളം ഇല്ലാതായ ഒരു അവസ്ഥ വരാനുള്ള കാരണം ഇതുപോലെയുള്ള ഈ കുത്തക കമ്പനികൾ അവരുടെ ചൂഷണമാണ്. ഈ കുത്തക കമ്പനികൾ നമ്മുടെ വെള്ളത്തെ, ജലത്തെ അമിതമായി ഉപയോഗിക്കുന്നു. നമ്മുടെ പാവപ്പെട്ട ജനങ്ങൾക്ക്, അവർക്ക് ആർക്കും വെള്ളമില്ലാത്ത ഒരവസ്ഥ എത്താൻ കാരണം ഈ കുത്തക കമ്പനികളാണ്. അതും താങ്കൾ മനസ്സിലാക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ആരാധന തോന്നിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇവിടെ കാണാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷം. തുടർന്നും ഇങ്ങനെയുള്ളൊരിതിനു വേണ്ടി പോരാടുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇതുപോലെയുള്ള മറ്റുള്ളവർക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് തീരുമാനം. ആഹാ, ദീപിക കുട്ടി എന്ത് വളരെ ഒരു സാത്വിക ഭാവത്തിൽ വന്ന് നിൽക്കണു. ലതാജി ആയിട്ടാണോ? I'm very happy to be here because after a long time I'm coming to Kerala and I'm proud of it to be here in this platform. Ma'am, I've been listening to you for a lot of years. I remember you have sung some songs in Malayalam as well. I mean, a lot of languages, but in Malayalam as well. If I remember, it was done by Salil Chowdhury, Salida. Yeah, Salida. Okay, and Nil. Yes. Yeah. Okay. I mean, this is just for the Best Actor audience. Could you please, sing a couple of lines? If it's difficult, it's okay, but couple of lines, please. Kadali kan kadali chinkadali puvenu kavilil pumadamulloru pen puvenu pukara kadali kan kadali chinkadali puvenu kavilil pumadamulloru pen puvenu pukara. മാഡം, യു നോ മലയാളം? കുറച്ച് അറിയാം. ചെമ്മീൻ ഇഷ്ടമാണോ? What's that? ചെമ്മീൻ. Do you like ചെമ്മീൻ? No, I'm purely vegetarian. I am asking about the film ചെമ്മീൻ.
Ramu Khan's oh, famous I film know, where I Salil know. Chaudhary put music on that film. Yeah, yeah, yeah. I You like know. that film? Yeah, yeah, yeah. I asked about that, Chimmy, not eating. It's okay. Okay. It's okay. Madam, I am curious to know the secret of your sweet voice, even in this age. Oh, that's up to God and my great mom, father, and all my great music director, and it's up to God, my dear. I'm a great fan of your voice. Oh, isn't it? So happy to see you here. Oh, I'm also happy. I'm also happy. Thank you, ma'am. Thank you.